അടുത്തതായി പഠിക്കാൻ പോകുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെ ഫീച്ചറുകളാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ പ്രത്യേകതയാണ് റിലയബിലിറ്റി. ഈ റിലയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിശ്വാസയോഗ്യമാണ്, അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒരുപാട് ആൾക്കാർ യൂസർമാരായിട്ടുണ്ട്. ഇൻറ്റേർണൽ യൂസർമാരുണ്ട്, എക്സ്റ്റേണൽ യൂസർമാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത്? ഇത് റിലയബിളാണ്, വിശ്വാസയോഗ്യമായിട്ടുള്ള ഒന്നാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമുക്ക് പല പല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. അതിന് കാരണം എന്താണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റിലയബിളാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ പല പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ആ രണ്ട് ലൈനുകൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ റിലയബിലിറ്റി മീൻസ്, റിലയബിലിറ്റി എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദ ഇൻഫർമേഷൻ, അത് പഠിക്കുക. അതിനുശേഷം കുറച്ച് താഴെയായിട്ട് എ റിലയബിൾ ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ് വാട്ട് ഇറ്റ് ഈസ് മെൻ ടു റെപ്രസെൻറ്റ്. ഇത്രയും ഭാഗങ്ങൾ അതിനകത്ത് പഠിക്കുക. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇനി അവിടെ ആദ്യം പറഞ്ഞിരിക്കുകയാണ് റിലയബിലിറ്റി മീൻസ് ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദ ഇൻഫർമേഷൻ. അപ്പോൾ റിലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിശ്വാസയോഗ്യത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസേഴ്സ് മസ്റ്റ് ബി, അതായത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദ ഇൻഫർമേഷൻ. ആ ഒരു ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ, ആശ്രയിക്കാനായിട്ട് സാധിക്കണം. അതിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ രണ്ട് ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ എന്ത് ചെയ്യാൻ പറ്റണം? ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സിനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസർമാർക്കും അത് വെച്ചിട്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കണം. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് റിലയബിലിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി മീൻസ് ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദാറ്റ് ഇൻഫർമേഷൻ. ആ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതിനാണ് ഈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസർമാർ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഒരു റിലയബിൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. എ റിലയബിൾ ഇൻഫർമേഷൻ, വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസ്. അപ്പം അത് ഒരു റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തായിരിക്കണം? എറേഴ്സ് ബയാസും എല്ലാം ഒഴിവാക്കിയിരിക്കണം. എന്ന് പറഞ്ഞാൽ തെറ്റുകളൊന്നും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ത് ആവശ്യമാണ്? തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല അതിനകത്ത്. അതോടൊപ്പം തന്നെ ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? വിശ്വസ്തയോടുകൂടി, വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ വേണം അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. അതിനാണ് ഒരു റിലയബിൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്നാമത്തെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കണം. രണ്ടാമത്തെ ഒരു റിലയബിൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എറേഴ്സും ബയാസും എല്ലാം അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ അത് ഫെയ്ത്ത്ഫുള്ളി വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് റിലവൻസ്. റിലവൻ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് സമയത്ത് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത്, ആ ഒരു സമയത്ത് തന്നെ തീരുമാനം എടുക്കേണ്ട സമയത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം. അതിനെയാണ് ഈ റിലവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ബി റിലവൻറ്റ്, ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. അപ്പം ഒരു കാര്യം റിലവൻ്റ് ആയിരിക്കണമെങ്കിൽ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലവൻ്റ് ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ തന്നെ അത് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ആ ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ റിലവൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസർമാരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് തീരുമാനം എടുക്കേണ്ട സമയത്ത്, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് ആ ഇൻഫർമേഷൻ ആ സമയത്ത് തന്നെ അവർക്ക് കിട്ടണം എന്നുള്ള കാര്യമാണ് ഈ റിലവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അതായത് ഈ വർഷത്തെ നമ്മുടെ അക്കൗണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സെയിൽസ് എത്ര രൂപയുടെ നടന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പർച്ചേസ് എത്ര രൂപയുടെ നടന്നു എന്നുള്ള കാര്യം, എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങി
എത്ര രൂപയുടെ സാധനങ്ങൾ വിറ്റു എന്നുള്ളതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത് വെച്ച് അടുത്ത വർഷം നമുക്ക് എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും, എത്ര രൂപയുടെ സാധനം വിൽക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക്, ഇപ്പം നടന്നു കഴിഞ്ഞ സെയിൽസിനെ പറ്റിയും പർച്ചേസിനെ പറ്റിയും പ്രോഫിറ്റിനെ പറ്റിയും ലോസിനെ പറ്റിയൊക്കെ നമുക്കൊരു ഫീഡ്ബാക്ക് തയ്യാറാക്കുന്നതിനും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടുന്ന വഴി നമുക്ക് സാധിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതിനും ഈ വരാൻ പോകുന്ന സെയിൽസിനെ പറ്റിയും പർച്ചേസിനെ പറ്റിയിട്ടും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. കഴിഞ്ഞു പോയ സെയിൽസിനെ പറ്റിയിട്ടും പർച്ചേസിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ഫീഡ്ബാക്ക് തയ്യാറാക്കുന്നതിനും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് സമയത്തിൽ കിട്ടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. ടു ഫോം പ്രഡിക്ഷൻ അബൌട്ട് ദ ഔട്ട്കംസ് ഓഫ് പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ പോലെ തന്നെ സെയിൽസ് വരവും ചിലവും, എത്ര രൂപയുടെ വരുമാനം നമുക്കുണ്ടായി, എത്ര രൂപയുടെ ചിലവ് നമുക്കുണ്ടായി, എത്ര രൂപയുടെ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ സാധിച്ചു, എത്ര രൂപയുടെ സാധനങ്ങൾ നമുക്ക് വിൽക്കാൻ സാധിച്ചു, ഇത്തരം കുറേ ഇൻഫർമേഷനാണ് ഈ അക്കൗണ്ടിങ് റിപ്പോർട്ടിനകത്തുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞേക്കുന്ന ഇപ്പം നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളുടെ എല്ലാ റിസൾട്ട് എന്താവും എന്നതിനെപ്പറ്റി നമുക്കൊന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഫ്യൂച്ചറിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തീരുമാനിക്കുന്നതിനായിട്ട് സാധിക്കും. അതെല്ലാം ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു അക്കൗണ്ടിങ് റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത വർഷം കൂടുതൽ നമുക്ക് കച്ചവടം കൂട്ടാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ആ കച്ചവടം കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, പരസ്യം കൂട്ടണോ, അഡ്വർടൈസ്മെൻറ്റ് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ വല്ല ഡിസ്കൗണ്ടും കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ടോ, അങ്ങനെ നമുക്ക് പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഒക്കെ നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിനായിട്ട് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടുന്ന വഴി നമുക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് കൺഫേമിങ് ഓർ കറക്റ്റിംഗ് പാസ്റ്റ് ഇവാലുവേഷൻ. അപ്പം നമുക്കിവിടെ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞേക്കുന്ന പാസ്റ്റ് ഇവാലുവേഷൻ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഇവാലുവേഷൻ നടത്തുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഒരു വർഷത്തെ കണക്കായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ കണക്കുകളെ വെച്ചിട്ട് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊരു ഇവാലുവേഷൻ നടത്താറുണ്ട്. എന്തൊക്കെയാണ് പോരായ്മകളുണ്ട്, എന്തൊക്കെ നമ്മൾ തിരുത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ഇവാലുവേഷൻ നടത്തുന്നതിനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ സെയിൽസും വിൽപ്പനയും അതോടൊപ്പം തന്നെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ വാങ്ങൽ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ലാഭം കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. ഒന്നിനെ കൺഫേം, വളരെ ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുത്തതെന്നുള്ള കാര്യം കണ്ടിട്ട് ആ തീരുമാനത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു കച്ചവടമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം കറക്റ്റായിരുന്നു, അത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓർ കറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. നമ്മളെടുത്ത തീരുമാനങ്ങൾ തെറ്റായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കമ്പനി നഷ്ടത്തിലോട്ട് പോയത്. അപ്പോൾ ആ ഒരു തീരുമാനത്തെ കറക്റ്റ് ചെയ്യുന്നതിന് ചിലപ്പം നമുക്ക് സാധിക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, കൺഫേം ചെയ്യാനും പറ്റും, ഓർ കറക്റ്റിംഗ് അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. എന്തിനാണ് ദെയർ പാസ്റ്റ് ഇവാലുവേഷൻ. അപ്പോൾ കഴിഞ്ഞ കാലത്തിലെ ഇവാലുവേഷൻ നമുക്ക് കൺഫേം ചെയ്യാം, അത് ശരിയായിരുന്നു, നമ്മുടെ അടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതല്ല, ഇനി നമ്മുടെ തീരുമാനം തെറ്റാണെങ്കിൽ ആ തെറ്റായ തീരുമാനത്തെ കറക്റ്റ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് റിലവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും റിലവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. ഒരു കറക്റ്റ് സമയത്തിൽ നമുക്ക് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നമ്മുടെ കയ്യിലോട്ട് ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വരുന്നതിനെയാണ് റിലവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനസ്സിലാക്കത്തക്ക രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വേണം അത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള രണ്ട് ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഇൻറ്റേർണൽ യൂസർമാർ ഒന്ന്, രണ്ടാമത്തെ എക്സ്റ്റേണൽ യൂസർമാർ. എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അകത്തുള്ള യൂസർമാർ, കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാർ. കമ്പനിക്കകത്തുള്ളവർ മാനേജേഴ്സ് ആണെന്നുള്ള കാര്യം, മാനേജേഴ്സും ചീഫ് എക്സിക്യൂട്ടീവും ഒക്കെ ആണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കമ്പനിക്ക് പുറത്തുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഇൻകം ടാക്സ് അതോറിറ്റി, ബാങ്കുകൾ, അങ്ങനെയുള്ളവരൊക്കെയാണ് കമ്പനിക്ക് പുറത്തുള്ളവർ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എടുത്ത് നോക്കിയാൽ അത് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വേണം നമുക്കതിനെ തയ്യാറാക്കി വെക്കാനായിട്ട്. അതിനൊരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ അവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കാനായിട്ട്. അണ്ടർസ്റ്റാൻഡബിലിറ്റി മീൻസ് ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞറിയാം, നമുക്കറിയാം
തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളവർ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്, അവരാണ് ഈ ഡിസിഷൻ മേക്കേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡബിലിറ്റി മീൻസ് ഡിസിഷൻ മേക്കേഴ്സ് മസ്റ്റ് ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കുക എന്നുള്ളൊരർത്ഥം. അപ്പം ഡിസിഷൻ മേക്കേഴ്സ് മനസ്സിലാക്കണം എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മനസ്സിലാക്കേണ്ടത്. ഇൻറ്റർപ്രറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ ദ സെയിം സെൻസ് ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് കൺവേഡ് ടു ദം. അതായത് ഏത് സെൻസിലാണോ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കിയത്, ഇപ്പോൾ ഈ അക്കൗണ്ടൻറ്റ് തയ്യാറാക്കുമല്ലോ, അപ്പോൾ അയാൾ തയ്യാറാക്കിയ ഒരു രീതിയുണ്ട്. ഇത്ര രൂപയുടെ പ്രോഫിറ്റ്, ഇത്ര രൂപയുടെ ലോസ്, ഇത്ര രൂപയുടെ സെയിൽസ്, ഇത്ര രൂപയുടെ അഡ്വർടൈസ്മെൻറ്റ്, ഇത്ര രൂപയുടെ റെൻറ്റ്, ഇത്ര രൂപയുടെ സാലറി കൊടുത്തത്, ഇതെല്ലാം അയാൾ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് അയാൾ തയ്യാറാക്കുന്നത്. ആൻഡ് കൺവേഡ് ടു ദം, ആ രീതിയിലാണ് അയാളത് കൺവേ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു അക്കൗണ്ടൻ്റ് ഏത് രീതിയിലാണോ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ബുക്ക് തയ്യാറായിട്ടുള്ളത്, അതേ രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ട് ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകണം. അല്ലാതെ ഈ ഇൻകം ടാക്സ് അതോറിറ്റി വന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകില്ലാത്ത രീതിയിൽ അത് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവോ മാനേജർമാരോ അതെടുത്ത് നോക്കുമ്പോൾ അവർക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസർമാർ ആ അക്കൗണ്ടിങ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മളതിനെ തയ്യാറാക്കി വെക്കുന്നതിന്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ നോക്കാം, കമ്പയറബിലിറ്റി. കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താരതമ്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ, അക്കൗണ്ടിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടിങ് റിപ്പോർട്ടുമായിട്ട് ഈ വർഷത്തെ അക്കൗണ്ടിങ് റിപ്പോർട്ടിനെ താരതമ്യം ചെയ്യാൻ സാധിക്കണം. നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് റിപ്പോർട്ട് മറ്റ് കമ്പനികളുടെ അക്കൗണ്ടിങ് റിപ്പോർട്ടുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടിങ് റിപ്പോർട്ടുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് നമ്മുടെ കമ്പനിക്ക് ഈ വർഷം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഈ വർഷം നഷ്ടമാണോ കൂടുതൽ, കഴിഞ്ഞ വർഷമാണോ കൂടുതൽ നമുക്ക് സാധനങ്ങൾ വിറ്റഴിക്കാൻ സാധിച്ചത്, അത് ഈ വർഷമാണോ വിറ്റഴിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുമിച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനികളുമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മളെങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ മറ്റ് കമ്പനികളുടെ ബിസിനസ്സുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? ഈ അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ വെച്ചിട്ടാണ്. അപ്പം നമുക്കാണോ പ്രോഫിറ്റ് കൂടുതൽ, അവർക്കാണോ പ്രോഫിറ്റ് കൂടുതൽ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രോഫിറ്റ് കൂട്ടിയത്, നമ്മളെക്കാളും കൂടുതൽ അവരെങ്ങനെയാണ് പ്രോഫിറ്റ് കൂട്ടിയതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ അക്കൗണ്ടിങ് റിപ്പോർട്ട് കമ്പയർ ചെയ്യുന്ന വഴി നമുക്ക് സാധിക്കും. അപ്പം അക്കൗണ്ടിങ് റിപ്പോർട്ടിന് വേണ്ട മറ്റൊരു പ്രത്യേകതയാണ് അത് കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വേണം അതിനെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വേണ്ടത് ഒരു കോമൺ പീരീഡ് നമുക്ക് വേണം. അതായത് ചിലപ്പോൾ ജനുവരി ടു ഡിസംബർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏപ്രിൽ തൊട്ട് അടുത്ത വർഷം വരെ മാർച്ച് വരെയുള്ളതായിരിക്കാം, അങ്ങനെ ഒരു 12 മാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ആയിരിക്കാം. എങ്കിലും ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ജനുവരി ടു ഡിസംബർ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ജനുവരി ടു ഡിസംബർ വരെ നമുക്കതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞേക്കുന്ന മറ്റ് കമ്പനികളായിട്ട് താരതമ്യം ചെയ്യുമ്പോഴും ഈ ജനുവരി ടു ഡിസംബർ വരെയുള്ള നമ്മുടെ കമ്പനിയുടെ കണക്കും അവരുടെ കമ്പനിയുടെ ജനുവരി ടു ഡിസംബർ വരെയുള്ള കണക്കൊക്കെ നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് ഈ കോമൺ പീരീഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കോമൺ യൂണിറ്റും ഉണ്ടായിരിക്കണം. കോമൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കോമൺ യൂണിറ്റ്, നമ്മുടെ ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് രൂപയാണ്. അപ്പം രൂപേനെ രൂപ വെച്ച് തന്നെ താരതമ്യം ചെയ്യുക, അല്ലാതെ രൂപയെ ഡോളറോ യൂറോയോ ആയിട്ടോ അല്ലെങ്കിൽ പൗണ്ടായിട്ടോ ദർഹമായിട്ടോ ഒന്നും കമ്പയർ ചെയ്യാതെ രൂപയായിട്ട് തന്നെ കോമൺ യൂണിറ്റായിട്ട് കാണുക. അതോടൊപ്പം തന്നെ അതിനൊരു കോമൺ ആയിട്ടുള്ളൊരു ഫോർമാറ്റ് സൂക്ഷിക്കുക. അപ്പം നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അവർ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്, അതുപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കമ്പനികളും ആ ഒരു ഫോർമാറ്റിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. അതിനെയൊക്കെയാണ് കമ്പയറബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നോക്കാം. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ ഏബിൾ ടു കമ്പയർ. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? കമ്പയർ ചെയ്യാൻ സാധിക്കണം, നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കണം. എന്തുമായിട്ടാണ്? വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ആൻ എൻറ്റിറ്റി. അപ്പോൾ എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ പലതരത്തിലുള്ള ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് ആയിരിക്കാം, അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കാം, പരസ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ വാങ്ങുന്ന പർച്ചേസ് ആയിരിക്കാം, ശമ്പളം കൊടുത്തായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ആസ്പെക്ട്സുമായിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കണം ഓവർ ഡിഫറെൻറ്റ് ടൈം പീരീഡ്. ഇപ്പം ഒരു 5 വർഷം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 വർഷത്തെ കണക്കുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം.
അപ്പോൾ ഒരു 5 വർഷത്തെ അക്കൗണ്ട് ബുക്ക് എടുത്ത് കയ്യിൽ വെക്കുക. 5 വർഷത്തെ സെയിൽസ് നോക്കുക. സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന. അപ്പം നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് കാണാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് വിൽപ്പന കൂട്ടാൻ സാധിച്ചത്. അല്ലെങ്കിൽ 5 വർഷത്തെ ലാഭം നമുക്ക് നോക്കാം. 5 വർഷത്തെ ലാഭം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് ലാഭം കൂടുതൽ കിട്ടിയത് എന്ന് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ ഏബിൾ ടു കമ്പയർ. ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ത് ചെയ്യാൻ സാധിക്കണം, നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കണം. എന്തുമായിട്ട്? വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ആൻ എൻറ്റിറ്റി. ഒരു കമ്പനിയുടെ പലതരത്തിലുള്ള ആസ്പെക്ട്സുമായിട്ട് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കണം. ഓവർ ഡിഫറെൻറ്റ് ടൈം പീരീഡ്. അപ്പോൾ പല വർഷങ്ങളിലെ കണക്ക് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കണം. ആൻഡ് വിത്ത് അതർ എൻറ്റിറ്റീസ്. അതോടൊപ്പം തന്നെ എന്തും വേണം, മറ്റ് കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പോൾ പല വർഷങ്ങളിലെ കണക്ക് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ കണക്ക് മറ്റ് കമ്പനികളുമായിട്ട് കണക്കുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കണം. ഈ രണ്ടെണ്ണമാണ് കമ്പയറബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടൈം പീരീഡ് എന്നതും ഓർത്ത് വെക്കുക, അതർ എൻറ്റിറ്റീസ് എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ അതർ എൻറ്റിറ്റീസ് മറ്റ് കമ്പനികളായിട്ട് താരതമ്യം ചെയ്യാനും നമുക്ക് സാധിക്കണം. ഇനി അടുത്തായിട്ട് ടു ബി കമ്പയറബിൾ. നമുക്ക് ഇത് താരതമ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് മസ്റ്റ് ബിലോങ് ടു എ കോമൺ പീരീഡ്. അക്കൗണ്ടിങ് റിപ്പോർട്ട് എന്തായിരിക്കണം, ഒരു കോമൺ പീരീഡിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ ഒന്നിലെ ജനുവരി ടു ഡിസംബർ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഏപ്രിൽ ടു മാർച്ച് തയ്യാറാക്കുക, അല്ലെങ്കിൽ 6 മാസത്തേക്ക് തയ്യാറാക്കുക, അല്ലെങ്കിൽ 3 മാസത്തേക്ക് തയ്യാറാക്കുക, അല്ലെങ്കിൽ 1 മന്ത് തയ്യാറാക്കുക. എങ്കിൽ മാത്രമാണ് നമുക്കതിനെ കൃത്യമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് യൂസ് കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. അതോടൊപ്പം തന്നെ കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ഒരു പൊതുവായിട്ടുള്ള ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് തയ്യാറാക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യയിൽ രൂപയാണ് ആ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. മറ്റു രാജ്യങ്ങളിൽ അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചിലയിടത്ത് ഡോളർ വരും, ചിലയിടത്ത് പൗണ്ട് വരും, ചിലയിടത്ത് ദർഹം വരും. അങ്ങനെ ഓരോ രാജ്യങ്ങളെ ആശ്രയിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്തായാലും നമ്മുടെ കമ്പനി രൂപയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിറ്റേ വർഷം രൂപ തന്നെ ഉപയോഗിക്കുക. അല്ലാതെ ഒരു വർഷം രൂപ ഉപയോഗിച്ചിട്ട് അടുത്ത വർഷം ഡോളറിൽ കണക്ക് എഴുതരുത്. എല്ലാ വർഷവും ഒരു കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് തന്നെയായിരിക്കണം. അതോടൊപ്പം തന്നെ ആൻഡ് ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ടിങ്, ഒരു കോമൺ ഫോർമാറ്റാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവർ തയ്യാറാക്കുന്ന ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കണക്ക് എഴുതുന്നത്. ആ ഒരു ഫോർമാറ്റ് തന്നെ എല്ലാ വർഷവും ഫോളോ ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെയാണ് ഈ കമ്പയറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തൊട്ട് ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് വരെ പഠിക്കുക. ഒന്നുകൂടി പറയാം, ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കണം. പല ടൈം പീരീഡ് ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കണം. പല കമ്പനികളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അക്കൗണ്ടിങ് റിപ്പോർട്ട് ഒരു കോമൺ പീരീഡിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. ഒരു കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് അതിനുണ്ടായിരിക്കണം. ഒരു കോമൺ ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങും അതിനുണ്ടായിരിക്കണം.